ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും നാളത്തെയും അതുപോലെ തന്നെ ഇനി വരാനിരിക്കുന്ന ഒരാഴ്ചയിലെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമുക്ക് നാളെ വിശേഷം ഉണ്ടോ എന്ന് കൺഫേം ആയിട്ടില്ല കേട്ടോ. അപ്പൊ ഏതായാലും വിശേഷത്തിലേക്ക് കടക്കാം. അങ്ങനെ ഇന്നത്തെ ഒരു ലാസ്റ്റ് സീൻ എന്നൊക്കെ പറയുന്നത് നമ്മുടെ ശ്രുതിയും ആകെ പെട്ടു നിൽക്കുകയാണ്. ആ ഒരു AC തിരിച്ചു കൊണ്ട് കൊടുത്തു. മാത്രമല്ല നമ്മുടെ ശ്രുതിയുടെ താലിമാല പണയം വെച്ചിട്ടാണ് ആ AC-യുടെ പൈസ തിരിച്ചു കൊടുത്തത്. ചന്ദ്രപൂർതി കൊടുക്കുവോ സച്ചിക്ക്? സച്ചി കാരണമല്ലേ ഇതൊക്കെ സംഭവിച്ചത്. അതുകൊണ്ട് ചന്ദ്രപൂർതിയും കൊടുക്കുന്നില്ല. ഏതായാലും രേവതിക്കാണ് അതിനെല്ലാം കുറ്റം. രേവതിയാണ് നമ്മുടെ സച്ചിനെ ഇളക്കി വിടുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രേവതിയുടെ മെക്കിട്ട് കയറുകയാണ്. ഏതായാലും ആ ഒരു സീനൊക്കെ കഴിഞ്ഞു. അങ്ങനെ കുറച്ച് ഭാഗങ്ങളൊക്കെ അങ്ങ് പോയി. അങ്ങനെ രേവതിനെ കുറെ കുറ്റമൊക്കെ പറഞ്ഞു. അപ്പോഴത്തേക്കും കുറച്ച് സമാധാനമൊക്കെ ആയി നമ്മുടെ ചന്ദ്രയ്ക്ക്. ഏതായാലും ഇനിയും റൂമിന് വേണ്ടി തന്നെയാണ് അടുത്ത അടി ഉണ്ടാകാൻ പോകുന്നത്. അപ്പം റൂം ഇപ്പൊ നമ്മുടെ സച്ചിക്കും രേവതിക്കും ആണല്ലോ. ഇപ്പൊ സച്ചി രേവതിയാണ് റൂമിൽ കിടക്കേണ്ടത്. ഒരു ദിവസം മാത്രം നമ്മുടെ ശ്രുതിക്കും വേണ്ടി അങ്ങോട്ട് ഒഴിഞ്ഞു കൊടുത്തു. പിന്നെ രവീന്ദ്രൻ കാരണം അങ്ങ് ഒഴിഞ്ഞു കൊടുത്തു. ഇനി അത് പറ്റില്ല എന്ന് തന്നെയാണ് സച്ചി തീരുമാനിച്ചിരിക്കുന്നത്. ഇവിടെ 3 മക്കളുണ്ടെങ്കിൽ 3 മക്കൾക്ക് 3 രീതിയുടെ ആവശ്യമൊന്നും ഇല്ലല്ലോ. ഇവിടെ എല്ലാവർക്കും ഒരേ രീതി മതി എന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ്. പക്ഷെ രേവതിക്ക് വലിയ താല്പര്യമൊന്നും ഇല്ലാട്ടോ അടിയൊന്നും ഉണ്ടാക്കാൻ. രേവതി പറയാണ്, സച്ചേട്ട പോട്ടെ, ഇനി അവര് സ്ഥിരമായിട്ട് അവിടെ കിടന്നോട്ടെ, നമുക്ക് എന്താ, നമ്മൾ നിലത്ത് കിടന്നും ടെറസിന്റെ മണ്ടയിലും ഒക്കെ കിടന്ന് ശീലമുള്ളതല്ലേ. അപ്പൊ പറഞ്ഞു, നമ്മൾ ഇങ്ങനെ ഒഴിഞ്ഞു കൊടുത്തിട്ടാ രേവതി ഇത് വീണ്ടും ഇങ്ങനെ കൂടുതൽ പ്രശ്നമാകുന്നത്. നമ്മൾ ഒഴിഞ്ഞു കൊടുത്തിട്ട് തന്നെയാണ്. നീ ഇങ്ങനെ താന്നു കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ അമ്മയും അതുപോലെ തന്നെ പൗർണയടത്തെയൊക്കെ നിന്റെ തലയിൽ കയറി നിരങ്ങുള്ളൂ. അതുകൊണ്ട് നീ ഒന്നും പറയുമൊന്നും വേണ്ട, ഞാൻ എന്താണെന്ന് വെച്ചാൽ ചെയ്തോളാം, നീ മിണ്ടാതെ അവിടെ ഇരുന്നാൽ മതി, എനിക്കറിയാം എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞപ്പോ രേവതി പറഞ്ഞു, നിങ്ങൾ ഇതൊക്കെ ചെയ്താലും കുറ്റം എനിക്കിട്ടല്ലേ. നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ചെയ്താലും കുറ്റം എനിക്ക് തന്നെയാണ് വരാൻ പോകുന്നത്. അപ്പൊ പിന്നെ എന്തിനാ വെറുതെ എനിക്ക് എന്റെ സമാധാനം എന്തിനാ സച്ചേട്ടൻ നശിപ്പിക്കുന്നതെന്ന് ചോദിച്ചപ്പോ, നിന്റെ സമാധാനം ഒന്നും പോവില്ല. ഇവിടെ അച്ചമ്മ ഒരു തീരുമാനം എടുത്തോ, ആ ഒരു തീരുമാനത്തിൽ നിന്ന് യാതൊരു മാറ്റവുമില്ല. പിന്നെ AC കൂസി എന്നൊക്കെ പറഞ്ഞ് ഇനി എന്തേലും നിന്റെ മെക്കിട്ട് കയറാൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നീ എന്നോട് പറഞ്ഞാൽ മതി. ബാക്കി കാര്യം ഞാൻ ഏറ്റോളാം. അതുകൊണ്ട് നീ റൂമിന്റെ കേസ് പിടിച്ച് നീ റൂം ഒഴിഞ്ഞു കൊടുക്കാനൊന്നും നീ വലിയൊരു മനസ്സൊന്നും കാണിച്ചു കൊടുക്കണ്ട എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഇവര് തീരുമാനം എടുത്തിരിക്കുകയാണ് കേട്ടോ. അപ്പൊ ഇന്ന് വൈകിട്ട് അവിടെ തന്നെ കിടക്കും എന്നൊക്കെ തീരുമാനം എടുത്തിട്ടുണ്ട്. എങ്കിലും നമ്മുടെ രേവതിക്ക് താല്പര്യമില്ല. രേവതി പരമാവധി പിന്നെയും മാറ്റാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പൊ ഇതിനിടയില് പിന്നെ നമ്മുടെ ശ്രുതിയുടെ താലിമാല പോയതിന്റെ പ്രശ്നമാണ്. അപ്പൊ ശ്രുതിക്ക് താലിമാല ഇല്ലാത്തത് ഭയങ്കര ഒരു പ്രശ്നമാക്കി മാറ്റുകയാണ് നമ്മുടെ ചന്ദ്ര. അങ്ങനെ രവീന്ദ്രനോട് പോയി പറയാണ്, അവൾക്ക് താലിമാല ഇല്ലാതെ അവള് നടക്കുന്നത് കണ്ടിട്ട് എനിക്ക് സങ്കടം വരിക. രവിയേട്ടാ, നമുക്കൊരു കാര്യം ചെയ്താലോ, നമുക്കൊരു താലിമാല മേടിച്ചു കൊടുത്താലോ. രവിയേട്ടന്റെ പെൻഷൻ പൈസയൊക്കെ വന്ന് കിടപ്പുണ്ടല്ലോ. അപ്പൊ അതിൽ നിന്ന് കുറച്ച് ഫണ്ട് എടുത്തിട്ട് നമുക്ക് താലിമാല മേടിച്ചു കൊടുക്കാം. അല്ലെങ്കിൽ പിന്നെ ശരിയാവില്ല. അവളുടെ അച്ഛനൊക്കെ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് എന്താ വിചാരിക്കാന്ന് പറയുമ്പോ, അവളുടെ അച്ഛൻ എങ്ങനെ അറിയുന്നത്? ജയിലിൽ കിടക്കുന്ന അവളുടെ അച്ഛൻ ഇതൊക്കെ എങ്ങനെ അറിയും? അല്ല ചന്ദ്ര, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നീ ഇത്രയും നാളും ആ രേവതിയുടെ കഴുത്തിൽ ഒരു താലിമാല പോയിട്ട് ഒരു ചരട് കാതിൽ ഒരു മുട്ടുകമ്മൽ പോലും ഇല്ലാഞ്ഞിട്ട് നിനക്ക് വിഷമമൊന്നും ഇല്ലായിരുന്നല്ലോ. ഇപ്പൊ പിന്നെ എന്തിനാ നിനക്ക് ഇത്രമാത്രം വിഷമം വരുന്നത്? അത് പിന്നെ രേവതിനെയും ശ്രുതിനെയും കമ്പയർ ചെയ്യാൻ പറ്റുമോ? രേവതി എവിടെ കിടക്കുന്നു, ശ്രുതി എവിടെ കിടക്കുന്നു? രേവതി പണ്ട് മുതലേ സ്വർണ്ണമൊന്നും ഇല്ലാതെ തന്നെയാണ് അവക്ക് ദാരിദ്ര്യം പിടിച്ച വീട്ടിൽ നിന്ന് വന്നവർക്ക് എവിടെന്നാ സ്വർണ്ണം ഉള്ളത്? അവക്ക് സ്വർണ്ണം ഉണ്ടായിരുന്നോ? പക്ഷെ അങ്ങനെയാണോ? നമ്മുടെ ശ്രുതി വലിയ വീട്ടുകാരിയല്ലേ, മലേഷ്യന്നല്ലേ അവള് വിവാഹം കഴിഞ്ഞ് ഇങ്ങോട്ടേക്കൊക്കെ വന്നത്. മാത്രമല്ല അവളുടെ അച്ഛൻ ആരാ? അവളുടെ അച്ഛൻ ഒരു ക്രിമിനൽ. അതുകൊണ്ടല്ലേ ഇപ്പം ജയിലിൽ പോയി കിടക്കുന്നത്. അങ്ങനെയൊന്നും അല്ല, ക്രിമിനൽ ഒന്നും അല്ല. അത് പിന്നെ നുണയല്ലേ, നുണയെ പറഞ്ഞുണ്ടാക്കി അങ്ങാണ്ട് കള്ളക്കേസ് കൊടുത്ത് പിടിപ്പിച്ചതല്ലേ. എന്ത് കള്ളക്കേസ് കൊടുത്ത് പിടിപ്പിച്ചതാണെങ്കിലും എടി, ചോറുണ്ണുന്നവർക്കറിയാം, വെറുതെ ഒന്നും ഒരാള് ജയിലിൽ പോയി കിടക്കത്തില്ല. എന്തെങ്കിലും തീയില്ലാതെ പുകയുണ്ടാവില്ലല്ലോ, എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ട്. അല്ലാതെ ഇവിടെ വേറെ പ്രശ്നമൊന്നും നീ ഉണ്ടാക്കാൻ നോക്കണ്ട. പിന്നെ അവക്ക് താലിയില്ലെങ്കിൽ അവളുടെ കെട്ടിയും മേടിച്ചു കൊടുക്കും താലി. അവർക്കിപ്പം ബിസിനസ് ഒക്കെ ഉണ്ടല്ലോ. നമ്മൾ ഇതിന്റെ പുറകെ നടന്ന് അവരുടെ വിഷയത്തിൽ തലയിടേണ്ട കാര്യമില്ല. ചന്ദ്രേ, നീ അനാവശ്യമായിട്ട് മക്കളുടെ കാര്യത്തിൽ തലയിടല്ലോ കേട്ടോ. നിന്നോട് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോ, ഇപ്പൊ രേവതിക്കാണെങ്കിൽ നിങ്ങൾ അങ്ങോട്ട് ഉണ്ടാക്കി കൊടുത്തേനല്ലോ, ഇപ്പം അങ്ങോട്ട് അമ്മേനെ വിളിച്ചു പറഞ്ഞ് മാലയൊക്കെ സെറ്റാക്കി കൊടുത്തേനല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ചന്ദ്ര അങ്ങ് തുടങ്ങിയപ്പം ചന്ദ്രയോട് പറഞ്ഞു, നീ അവിടെ കിടന്ന് എന്തെങ്കിലും പറയുന്നു പറഞ്ഞ് നമ്മുടെ രവീന്ദ്രൻ അങ്ങ് പോവുകയാണ്. അപ്പൊ ചന്ദ്രയ്ക്ക് എങ്ങനെയെങ്കിലും മാല ഉണ്ടാക്കി കൊടുക്കണം. അതുമല്ല ശ്രുതിനെ ഒന്ന് സമാധാനിപ്പിച്ച് നിർത്തണമല്ലോ. അങ്ങനെ ശ്രുതിയുടെ അടുത്ത് എന്നിട്ട് പറയുക, മോളെ ശ്രുതി, ഒരു കാര്യം ചെയ്യാം ശ്രുതി, ഇവിടെ നമ്മൾ വാടകയ്ക്ക് വീട് കൊടുത്തിട്ടുണ്ടല്ലോ, അവിടെ നിന്ന് കുറച്ച് പൈസ ഞാൻ അഡ്വാൻസ് മേടിക്കാം, എന്നിട്ട് മോക്ക് മാല ചെയിൻ മേടിച്ചു തരാം. അപ്പൊ പിന്നെ മോള് ഈ താലിച്ചാര ഇട്ടിട്ട് നടക്കണ്ടല്ലോ. അതുമല്ല മോളും
മോന് വലിയ ബിസിനസ് ഒക്കെ ആയിട്ട് നടക്കുമ്പോൾ ഈ താലിച്ചാരടൊക്കെ ഇട്ട് നടന്നു കഴിഞ്ഞാൽ അത് മോശമല്ലേ, അതിന്റെ കാര്യമുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതി പറഞ്ഞു, ഹേയ് വേണ്ട ആന്റി വേണ്ട, ആന്റിയുടെ ഈ മനസ്സിന് ഒരുപാട് നന്ദിയുണ്ട്, പക്ഷെ വേണ്ട, എനിക്ക് ഈ പറയുന്നത് പോലെ ഒന്നെങ്കിൽ എന്റെ ശ്രുതി മേടിച്ചു തരട്ടെ, അല്ലെങ്കിൽ ഒരു 2 ആഴ്ചയും കൂടെ വെയിറ്റ് ചെയ്താൽ മതിയല്ലോ, നമുക്ക് മേടിക്കാമല്ലോ, അല്ലാതെ ആന്റി കഷ്ടപ്പെട്ട് എനിക്ക് മേടിച്ച് തരണ്ട എന്നിങ്ങനെ തന്നെ പറഞ്ഞു. അപ്പോഴത്തേക്കും വീണ്ടും ചന്ദ്രയ്ക്ക് ഭയങ്കര സഹതാപവും എന്തോ സ്നേഹവും ഒക്കെ ഇങ്ങനെ ഒലിക്കുകയാണ്. ഓ ഇങ്ങനെ അന്തസ്സുള്ള വീട്ടിലെ പെമ്പിള്ളാര്, ആ രേവതി ആയിരുന്നെങ്കിലോ, നീ അന്തസ്സുള്ള വീട്ടിൽ ജനിച്ചോണ്ടാ നിനക്ക് ഇങ്ങനെയൊക്കെ തോന്നുന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിന്നെ അങ്ങ് തുടങ്ങുകയാണ് നമ്മുടെ ശ്രുതിനെ അങ്ങ് പൊക്കി വാഴ്ത്തി പാടാന്. ഏതായാലും ഇതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മീരയും ശ്രുതിയും തമ്മിലുള്ളൊരു സംഭാഷണമാണ് കേട്ടോ. അങ്ങനെ മീര പറഞ്ഞു, അപ്പൊ നിന്റെ താലിമാല പോയല്ലോടി, എടി നിന്റെ അമ്മായിയമ്മ മേടിച്ചു തരാന്ന് പറഞ്ഞില്ല, അപ്പൊ നിനക്ക് മേടിച്ചിപ്പിച്ച എന്തായിരുന്നു, ഒരു താലിമാല കിട്ടത്തില്ലായിരുന്നോ? അപ്പോഴത്തേക്കാണ് ശ്രുതി പറഞ്ഞത്, അത് ശരിയാവില്ല, ഇപ്പൊ തന്നെ ആ തള്ള എന്റെ പണം കണ്ടിട്ടാണ് തുള്ളുന്നത്, എനിക്കൊന്നും ഇല്ലെന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ ഇതൊക്കെ തിരിച്ചടിക്കുള്ളൂ. പിന്നെ ആ പെണ്ണുമ്പുള്ള പറയാൻ പോകുന്നത്, നീ എന്റെ കയ്യിൽ നിന്ന് താലി മേടിച്ചില്ലേ, മാല മേടിച്ചില്ലേ, അത് മേടിച്ചില്ലേ, ഇത് മേടിച്ചില്ലേ എന്ന് പറഞ്ഞ് വെറുതെ കുത്തിത്തിരിപ്പുണ്ടാക്കും. അതുകൊണ്ട് വേണ്ട, എന്തിനാ വെറുതെ, അതുകൊണ്ട് ഇങ്ങനെ അങ്ങ് പോട്ടെ എന്നൊക്കെ ഇങ്ങനെ പറയാണ്. ഏതായാലും ആ ഒരു വിഷയമൊക്കെ കഴിഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ പെട്ടെന്ന് നമ്മുടെ രേവതിനെ ആട്ടോ കാണിക്കുന്നത്. അപ്പൊ രേവതി ഇങ്ങനെ കിച്ചണിലല്ല സോറി, ഒരു ഹോളിലെ ഡൈനിങ് ടേബിളിൽ ഇരുന്ന് പച്ചക്കറി അറിയില്ല സോറി, പൂമാല കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ പൂമാല കെട്ടിക്കൊണ്ടിരുന്നപ്പോഴത്തേക്ക് സച്ചി പെട്ടെന്ന് വന്നു. സച്ചി വന്നിട്ട്, എന്താ രേവതി ഇപ്പൊ ഒരു പെട്ടെന്ന് ഒരു പൂമാല കെട്ടത്, ഈ ഉച്ച സമയത്ത് നീ രാവിലെ വിറ്റൊക്കെ തീർത്തില്ലെന്ന് ചോദിച്ചപ്പോ അത് പിന്നെ സച്ചിയുടെ പെട്ടെന്ന് ഒരു ഓർഡർ വന്നതാണെന്ന് പറഞ്ഞു. എന്ത് പറ്റി, നിന്റെ മുഖത്ത് വല്ലാത്ത ക്ഷീണം ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. അത് പിന്നെ എന്താണെന്നറിയില്ല, നല്ല തലവേദനയുണ്ട്, നന്നായിട്ട് വിറയ്ക്കുന്നുമുണ്ട്, ചെറിയൊരു പനിക്കോളാന്ന് തോന്നുന്നു പറഞ്ഞ് സച്ചി ഇങ്ങനെ തൊട്ട് നോക്കിയപ്പോ നല്ല പനിയുണ്ട്. അപ്പോഴത്തേക്കാണെങ്കിൽ നമ്മുടെ സച്ചി പറഞ്ഞു, ഒരു കാര്യം ചെയ്തേ, നീ പൂവൊക്കെ വെച്ചിട്ട് പൊക്കെ ഓർഡറൊക്കെ പിന്നെ ആദ്യം ഹെൽത്ത് നോക്കണം, ആദ്യം ഹെൽത്ത് സൂക്ഷിക്കുക, ആദ്യം ഹെൽത്ത് നീ പെർഫെക്റ്റ് ആക്കാൻ നോക്കണം, അല്ലാതെ നീ ഇങ്ങനെ ചത്ത് കിടന്ന് ആർക്ക് വേണ്ടി, എന്തിനു വേണ്ടി, അതിന്റെ ഒന്നും ഒരു കാര്യവും ഇല്ല രേവതി എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യ, നീ ഇപ്പൊ പൊക്കെ, നീ പോയി കുറച്ചു നേരം റെസ്റ്റ് ചെയ്യ, നീ പോയി കിടക്കാൻ പറഞ്ഞു. അങ്ങനെ നമ്മുടെ സച്ചി രേവതിനെ പൊക്കി എടുത്തുകൊണ്ട് പോയി നേരെ ശ്രുതിയുടെ റൂമിൽ തന്നെ കിടത്തുകയാണ് കേട്ടോ. അങ്ങനെ അവിടെ കിടന്ന് നമ്മുടെ രേവതി ചെറുതായിട്ടൊന്ന് മയങ്ങിപ്പോയിട്ടോ. രേവതി ഒത്തിരി ക്ഷീണം ഉണ്ടായിരുന്നു. അപ്പം സത്യത്തിൽ നമ്മുടെ രേവതിക്ക് നല്ല പനിയുണ്ട് കേട്ടോ. അപ്പൊ അതാണ് രേവതി പെട്ടെന്ന് അങ്ങ് മയങ്ങിപ്പോയത്. അങ്ങനെ രേവതി മയങ്ങിപ്പോയി. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്ര ഇങ്ങ് വന്നില്ല. ചന്ദ്ര വന്നിട്ട്, ഇതെന്താ ഇവിടെ കിടക്കുന്നത്? അപ്പോഴത്തേക്കും രേവതി നല്ല ഉറക്കമാണേ. ഓഹോ, അപ്പൊ നേരത്തെ കയറി സീറ്റ് പിടിച്ചതായിരിക്കും അല്ലേടി, എനിക്കറിയാടി നിന്റെ മനസ്സിലിരിപ്പ്, എണീക്കടി എന്നും പറഞ്ഞുകൊണ്ട് അങ്ങ് തുടങ്ങിയില്ലേ. എന്നിട്ട് രേവതി കിടക്കുക. രേവതി പറഞ്ഞു, അയ്യോ അമ്മ, ഞാൻ വേറെ ഒന്നും അല്ല, എനിക്ക് ചെറിയ പനിയുണ്ടെന്ന് പറഞ്ഞപ്പോ, നിന്റെ കള്ളപ്പനി, നിന്റെ അവന്റെയും കൂടെ അടവല്ലേടി ഇത്, നീ കൂടുതൽ കള്ളത്തരം കാണിക്കരുതെന്നും പറഞ്ഞു വലിയ പ്രശ്നമാക്കാണ്. എന്നിട്ട് പാവ രേവതി അവിടെ കിടന്ന് രേവതിനെ വലിച്ചെടുത്തോണ്ട് വരികയാണ്. നമ്മുടെ ശ്രുതിയും ഉണ്ട് കേട്ടോ, ശ്രുതിയും ഉണ്ട്. ശ്രുതി പറഞ്ഞു, പറ്റില്ല, ഇവിടെ കിടക്കാൻ പറ്റില്ല, രേവതി വെളിയിലേക്ക് പൊക്കെ വേറെ എവിടെയെങ്കിലും പോയി കിടക്കാൻ പറഞ്ഞ് ശ്രുതി അതിന്റെ കൂടെ കൂടുവാണ്, നമ്മുടെ ചന്ദ്രയുടെ കൂടെ. എന്നിട്ട് വലിച്ചിറക്കി നേരക്കിക്കൊണ്ട് വന്ന് നമ്മുടെ രേവതിനെ ഹോളിൽ ഇങ്ങനെ എന്താണ്ട് വിസ്താരം ചെയ്യാൻ വേണ്ടി ഇങ്ങനെ നിർത്തിയേക്കും. അപ്പൊ സച്ചി വന്നിട്ട് എന്താ പ്രശ്നം എന്ന് ചോദിച്ചു. അപ്പൊ രവീന്ദ്രൻ വന്നു. രവീന്ദ്രൻ ചോദിച്ചു, എന്താ പ്രശ്നം എന്ന് ചോദിച്ചപ്പോഴത്തേക്കും നമ്മുടെ സച്ചി പറഞ്ഞു, അത് പിന്നെ രേവതി പറഞ്ഞു, അത് പിന്നെ ഞാൻ കിടന്നുറങ്ങുമായിരുന്നു. അതേലോ, ഞാനല്ലേ നിന്നെ അവിടെ കൊണ്ട് കിടത്തിയത്, നീ എന്തിനാ പിന്നെ ഇപ്പൊ ഇങ്ങോട്ടേക്ക് വന്നത്, എന്താ രേവതി പ്രശ്നം? അത് പിന്നെ ഞാന് കിടന്നുറങ്ങിയപ്പം അമ്മ അവിടെ കിടക്കണ്ടെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ചന്ദ്ര, അവള് കുത്തിത്തിരിപ്പുണ്ടാക്കുന്നുണ്ടല്ലേ, അത് പിന്നെ ഇവിടെ എടുപ്പത് ജോലി കിടക്കുമ്പോഴത്തേക്കും അവിടെ പോയി കിടക്കാൻ പറ്റുമോ? കഞ്ഞി വെക്കണം, കറി വെക്കണം, ഇവിടെ എടുപ്പത് ജോലി കിടക്കും, അതുകൊണ്ട് എന്റെ പൊന്നുമോൾ ഒരു കാര്യം ചെയ്ത് കിച്ചണിൽ കയറി ജോലി ചെയ്യാൻ തുടങ്ങിക്കോന്ന് പറഞ്ഞു, ചുമ്മാ അടവൊന്നും ഇവിടെ എടുക്കണ്ടെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് രവീന്ദ്രൻ പറഞ്ഞു, എന്താടി ചന്ദ്രൻ, നീ ഒരു മനസാക്ഷി ഇല്ലാതെ പെരുമാറുന്നതേ, നിനക്ക് എന്താടി ഈ ഒരു മനസാക്ഷി ഇല്ലേ? അവക്ക് പറ്റത്തില്ലല്ലോ, ഇതേ അവളുടെ മുഖം കണ്ടാ അറിയാലോ, ഇങ്ങ് വന്നേ മോളെ എന്ന് പറഞ്ഞ ആ മുഖത്തൊക്കെ ഒന്ന് പിടിച്ചു നോക്കിയപ്പോഴത്തേക്കും നല്ല ചൂടുമുണ്ട്. രവീന്ദ്രൻ പറഞ്ഞു, സച്ചി നീ എന്തൊരു കെട്ടിയനാടാ, നീ എന്താണ് ഇവള് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാത്തത്? അത് പിന്നെ അച്ഛാ, ഞാൻ ആവുന്ന തരത്തിൽ വിളിച്ചതാ, വരണ്ടേ, ഹോസ്പിറ്റലിൽ വരില്ല എന്ന് പറഞ്ഞിരുന്നു, ഞാൻ എന്താ ചെയ്യുന്നത്, ഞാൻ ആവുന്ന തരത്തിൽ വിളിച്ചു. അപ്പം വരില്ല എന്ന് പറഞ്ഞോ? മോളെ എന്താ രേവതി, അത് പിന്നെ അച്ഛാ പതുക്കെ അങ്ങ് പൊക്കോളും, ഇച്ചിരി കിടന്നിട്ട് നല്ല ആശ്വാസമുണ്ട്, എന്തായാലും ഞാൻ പോയി ഒന്ന്
കിച്ചണിലൊക്കെ പോയി പാത്രമൊക്കെ കഴുകാന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ രേവതി കിച്ചണിലേക്ക് ചെല്ലാൻ തുടങ്ങുകയാണ്. അപ്പം അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ശ്രുതി വന്നു കേട്ടോ. അപ്പം ശ്രുതി പറഞ്ഞു, എന്താ ആന്റി ഇത്, ആന്റിയുടെ അല്ലെങ്കിലും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, രേവതി ചേച്ചിനെ എന്തിനാ ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ കുറ്റപ്പെടുത്തുകയും പഴി പറയുകയും ഒക്കെ ചെയ്യുന്നത്, ഏതിനും രേവതി ചേച്ചിനെയാണല്ലോ കുറ്റപ്പെടുത്തുന്നത്. സത്യമായിട്ടും എനിക്കും സഹതാപം തോന്നുന്നുണ്ട്. രാവിലെ മുതൽ വൈകിട്ട് വരെ ഇവിടെ പണിയാണ്. രാവിലെ മുതൽ വൈകിട്ട് വരെ ഇവിടെ വേറെ ആരെങ്കിലും ജോലി ചെയ്യുന്നുണ്ടോ? ഇല്ലല്ലോ. ഇങ്ങനെ കിടന്ന് പണിയെടുത്തിട്ട് അതും കൊണ്ടൊക്കെയാ ഇപ്പം ടയേർഡായി പോയതും ഇങ്ങനെ പനി വരാനൊക്കെ കാരണം അതാ. ഇത്രമാത്രം ജോലിയൊക്കെ ചെയ്തില്ല, ഇച്ചിരി വിശ്രമമൊക്കെ വേണ്ടേ? രേവതി ചേച്ചി എന്താ രേവതി ചേച്ചിയുടെ ഹെൽത്ത് അല്ലേ രേവതി ചേച്ചി ശ്രദ്ധിക്കണ്ടേ എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ രേവതിയോട് പറയുകയാണ്. അത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ വർഷ പറയാണ്, പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഈ നിലത്ത് കിടക്കാനൊന്നും എന്നെ കൊണ്ട് പറ്റത്തില്ല. ഞാനൊരു കാര്യം ചെയ്യും, അങ്ങനെ വരുമ്പോഴത്തേക്ക് ഈ നിലത്ത് കിടക്കുന്ന ഞങ്ങളുടെ സമയം വരുമ്പോഴത്തേക്ക് ഞങ്ങള് വേറെ എങ്ങോട്ടേക്കും പോകില്ല, ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകും. ഞാൻ എൻ്റെ വീട്ടിൽ പോകും, അല്ലാതെ ഞാൻ സഹിച്ച നിലത്തൊന്നും AC ഒന്നും ഇല്ലാതെ എന്നെ കൊണ്ട് കിടക്കാൻ പറ്റത്തില്ലെന്ന്. അപ്പോഴത്തേക്കും ചന്ദ്ര, അയ്യോ മോളെ എന്താ പക്ഷെ നീ ഇങ്ങനെയൊക്കെ പറയുന്നേ? പിന്നെ ഞാൻ എങ്ങനെ പറയാനാ, നിലത്ത് കിടക്കാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല, ഞാൻ എൻ്റെ വീട്ടിൽ പോകും. അപ്പോഴത്തേക്കും സുധി അതങ്ങ് ഏറ്റുപിടിക്കുക. സുധി അപ്പൊ അവിടെ വന്നായിരുന്നു കേട്ടോ. അപ്പൊ സുധി പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യും, ഞാനും ശ്രുതി നിലത്ത് കിടക്കില്ല, ഞങ്ങള് ആ നിലത്ത് കിടക്കുന്ന സമയം ആകുമ്പോഴത്തേക്കും ഒരു കാര്യം ചെയ്യും, ഞങ്ങൾ വല്ല ഹോട്ടലും പോയി റൂം എടുത്ത് ഞങ്ങൾ അവിടെ താമസിച്ചോളാം, അല്ലാതെ ഞങ്ങളെ കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെ പാടെ പ്രശ്നം അങ്ങോട്ട് വഷളായി, പുകയായി കേട്ടോ. ഏറ്റവും ലാസ്റ്റ് ഒരു തീരുമാനം എടുത്തു. രേവതിനെ നിലത്ത് കിടക്കാൻ വിട്ട് നമ്മുടെ രവീന്ദ്രൻ സമ്മതിക്കുന്നില്ല, കാരണം രേവതിക്ക് പനിയാണല്ലോ. അപ്പൊ പറഞ്ഞു, ചന്ദ്രൻ നീ ഒരു കാര്യം ചെയ്യും, നീ ചന്ദ്രൻ രേവതിയും ശ്രുതിയും കൂടെ ഒന്ന് കിടക്കാം, ഞാനും സച്ചിയും ശ്രുതിയും കൂടെ കിടക്കാം എന്ന് പറഞ്ഞ് അങ്ങനെ ഒരു തീരുമാനം എടുക്കുക. ചന്ദ്രയ്ക്ക് ഇതൊന്നും ആദ്യം ഇഷ്ടപ്പെട്ടില്ലെങ്കിലും സമ്മതിക്കേണ്ടി വരുവാണ്. അപ്പൊ ഇതിന്റെ ഇടയ്ക്കും കുറച്ച് ഡയലോഗ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഞാനത് അടുത്ത ആഴ്ചത്തെ പ്രമേയമായോണ്ട് കേട്ടോ ഫുൾ അങ്ങ് വിശദീകരിച്ചങ്ങ് പറയാത്തപ്പോ ഒത്തിരി ലെങ്ത് ആയി പോകുമല്ലോ. അപ്പൊ അങ്ങനെ ആ ഒരു വിഷയത്തിന് പരിഹാരം ഉണ്ടാക്കി അങ്ങനെ കിടന്നു. നമ്മുടെ രേവതി പറഞ്ഞു, ഞാൻ നിലത്ത് കിടന്നോളാം, ഞാൻ കട്ടിലേക്ക് കിടക്കുന്നില്ല എന്ന് പറഞ്ഞ് നമ്മുടെ ചന്ദ്രയുടെ കൂടെ കട്ടിലൊന്നും നമ്മുടെ രേവതി കിടന്നില്ല, നിലത്ത് തന്നെ രേവതി കിടന്നു. അപ്പോഴത്തേക്ക് ശ്രുതി വന്നു, ശ്രുതിയും കിടന്നു. ശ്രുതി നേരെ ചന്ദ്രയുടെ അടുത്ത് കയറി കിടന്നു. ചന്ദ്ര കിടത്തൂല്ലോ ശ്രുതിനെ. രവീന്ദ്രനും സച്ചിയും അതുപോലെ നമ്മുടെ ശ്രുതിയും കിടന്നു. അങ്ങനെ ശ്രുതി കട്ടിലേലും രവീന്ദ്രൻ കട്ടിലേലും നമ്മുടെ സച്ചി നിലത്തുമാണ് കിടക്കുന്നത്. സച്ചിക്ക് അവിടെ കിടന്നാലും ഉറക്കം വരുമല്ലോ, സച്ചിക്ക് രേവതിക്കും. അങ്ങനെ അവരൊക്കെ കിടന്നു. കിടന്നൊക്കെ കഴിഞ്ഞ് രാത്രി ഉറങ്ങാൻ പറ്റുന്നില്ല ശ്രുതിക്ക്. നമ്മുടെ രവീന്ദ്രന്റെ കൂർക്കം വലി കാരണം ശ്രുതിക്ക് ഒട്ടും ഉറക്കം വരുന്നില്ല. എന്ത് ചെയ്യുന്നു, നമ്മുടെ ശ്രുതി ലാസ്റ്റ് അവിടെ നിന്ന് എണീറ്റ് പോയി ഹോളി കിടക്കേണ്ട ഒരു അവസ്ഥ വരിക. അത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ശ്രുതിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. ചന്ദ്രയാണെങ്കിൽ ഭയങ്കര കൂർക്കമലി. അപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി, ഇതാരാ ഈ സമയത്ത് മോട്ടർ ഇട്ടേന്നൊക്കെ പറഞ്ഞ് എണീക്കാൻ തുടങ്ങുമ്പോഴത്തേക്കും അടുത്ത് കിടന്ന് ചന്ദ്ര ഭയങ്കര കൂർക്കമലി. അമ്മയെന്ന് പറഞ്ഞ് വിളിക്കാൻ ചെന്നപ്പോഴത്തേക്കും കൈ മേത്തേക്ക് ഒരു ഒറ്റ എടുത്തിടലും. നമ്മുടെ ശ്രുതിക്ക് ദേഷ്യം വന്നിട്ട് ശ്രുതി അവിടെ നിന്ന് എണീറ്റ് അങ്ങ് പോവാണ് കേട്ടോ. ശ്രുതിയും ഹോളിലേക്ക് ചെന്നപ്പോ നിൽക്കുന്നു അവിടെ നമ്മുടെ ശ്രുതി രണ്ടുപേരും കൂടെ പിന്നെ അവിടെ കിടക്കേണ്ടി വരുന്ന ഒരവസ്ഥ. ഏതായാലും ലാസ്റ്റ് രണ്ടുപേർക്കും തന്നെ റൂമില്ലാതെ രണ്ടുപേരും വെളിയിൽ കിടക്കേണ്ടി വന്നു, നമ്മുടെ ശ്രുതിയും. അപ്പൊ ആ ഒരു സീൻ കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്ന സീനാണ് നമ്മുടെ രേവതിനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോകും. അവിടെ ആട്ടോ ഒരു ടെസ്റ്റ് നടക്കാൻ പോകുന്നത്. രേവതിനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോവുകയാണ് സച്ചി. രേവതിക്ക് നല്ല പനിയൊക്കെയാണ്. ഇപ്പൊ ഹോസ്പിറ്റലിൽ ചെന്നപ്പോഴത്തേക്കും പെട്ടെന്നൊരു ആംബുലൻസിന്റെ കൂവിളി കേൾക്കുക. ആ കൂവിളി ആംബുലൻസ് വരുന്നത് നമ്മുടെ ആദീനെയും കൊണ്ട് ശ്രുതിയുടെ അമ്മയാണ് കേട്ടോ. അപ്പം ശ്രുതിയുടെ മോന് ചെറിയൊരു ആക്സിഡന്റ് പറ്റുകയാണ്. അപ്പൊ ആ കൊച്ചിന്റെ കണ്ണിന് എന്തോ ചെറിയൊരു തകരാറ്, ആ ആക്സിഡന്റ് ഇടയിൽ കണ്ണിന് എന്തോ പറ്റുകയാണ്. അപ്പൊ പെട്ടെന്ന് ഒരു മേജർ ഓപ്പറേഷൻ വേണം. അപ്പൊ അതുകൊണ്ട് അവരുടെ ആ നാട്ടിൽ നിന്ന് ഇവിടെ നല്ല ഫെസിലിറ്റീസ് ഉള്ള ഹോസ്പിറ്റലിലേക്ക് പറഞ്ഞു വിട്ടേക്കാണ്. അപ്പൊ അതുകൊണ്ട് അവിടെ നിന്ന് അവര് റിഫർ ചെയ്ത് ഇങ്ങോട്ടേക്ക് പറഞ്ഞു വിട്ടു, ഈ ഒരു ഹോസ്പിറ്റലിലേക്ക്, നമ്മുടെ സച്ചിയുടെയും രേവതിയുടെ ഒക്കെ നാട്ടിൽ. അപ്പം അങ്ങോട്ടേക്ക് ഒരു ആംബുലൻസ് ഒക്കെ ആയിട്ടാണ് വരുന്നത്. ആ ഹോസ്പിറ്റലിലേക്ക് വന്ന് ഇറങ്ങുമ്പോൾ തന്നെ സച്ചി രേവതിയും കാണുകയാണ്. ഈ കാഴ്ച കണ്ട് സച്ചിയും രേവതി ഓടി ചെല്ലുകയാണ്. അയ്യോ ഇത് ആദ്യമാണല്ലോ എന്നും പറഞ്ഞ് ഓടി അങ്ങ് ചെന്ന് കാര്യം തിരക്കുമ്പോഴത്തേക്കും, അയ്യോ മോനെ ഇതാ പ്രശ്നം, ഞങ്ങൾ ഇങ്ങോട്ടേക്ക് റിഫർ ചെയ്തതാണ്, മോന്റെ കണ്ണിന് ഇത് ചെറിയ തകരാറുണ്ട്, ഓപ്പറേഷൻ ഉണ്ടെന്ന് പറഞ്ഞ് ഭയങ്കര കരച്ചില് ശ്രുതിയുടെ അമ്മ. ശ്രുതിനെ വിളിച്ചിട്ടാണ് ശ്രുതി വിട്ട് ഫോൺ എടുക്കുന്നില്ല. അവിടെ ഭയങ്കര കച്ചവടം നടന്നുകൊണ്ടിരിക്കുക ബിസിനസിന്റെ അവിടെ. അതായത് കടയുടെ അവിടെ ഭയങ്കര കച്ചവടമാണ്, ബിസിനസ്സും കാര്യങ്ങളൊക്കെ നല്ല ഡെവലപ്പായിട്ട് നല്ല സൂപ്പർ ആയിട്ട് പോകും. അപ്പൊ നല്ല കച്ചവടമൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയമായിട്ട് ശ്രുതി ഫോണും എടുത്തില്ല. എന്നിട്ട് ലാസ്റ്റ് നമ്മുടെ ശ്രുതി കുറെ പ്രാവശ്യം വിളിച്ചപ്പോ എന്താ അമ്മയെന്ന് പറഞ്ഞുകൊണ്ട് കാലിച്ച് ഫോൺ എടുത്തു കേട്ടോ. കാലിച്ച് ഫോൺ എടുത്ത് കഴിഞ്ഞപ്പോഴത്തേനും ഏതായാലും ശ്രുതി ഫോൺ എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും ആണെങ്കിൽ ഇങ്ങനെ പറഞ്ഞു,
ഇങ്ങനെ കൊച്ചിന് പ്രശ്നമാണ് എന്നിങ്ങനെ പറഞ്ഞു. അപ്പം പറഞ്ഞു സച്ചി രേവതി ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞപ്പോ അതെന്താ അമ്മ എന്നെ അവരെ വിളിച്ചെന്ന് ചോദിച്ചപ്പോ അവരെ വിളിച്ചതല്ല, അവരിങ്ങോട്ട് ജസ്റ്റ് ഒന്ന് വന്നതാണ്, അവര് രേവതിനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ വന്നപ്പോ കണ്ടതാ മോളെ, ഞാൻ വിളിച്ചതല്ലെന്ന് പറഞ്ഞു. അപ്പം ഏതായാലും ഫോൺ വെക്കാൻ പറഞ്ഞു, ഫോണൊക്കെ വെച്ചു. അങ്ങനെ ശ്രുതി വെപ്രാളപ്പെട്ട് ശ്രുതി അവിടെ നിന്ന് ഇറങ്ങാണ്. അപ്പൊ ശ്രുതിക്ക് അവിടെ നിന്ന് ഇറങ്ങി എന്തെങ്കിലും നുണ പറയണമല്ലോ. അപ്പൊ ശ്രുതി പറയുന്നത് ഇവരുടെ ഈ ഒരു ഐറ്റംസ് ഒക്കെ വിൽക്കാൻ വേണ്ടി പരസ്യത്തിനായിട്ട് ഓരോ സ്ഥലത്ത് ഇങ്ങനെ പരിചയപ്പെടുത്താമല്ലോ. അപ്പൊ പോയി അപ്പൊ അങ്ങനെ ഞാൻ പരിചയപ്പെടുത്താം, നമ്മൾ ഇവിടെ മാത്രം ഇരുന്നിട്ട് കാര്യമില്ലെന്ന് പറഞ്ഞുകൊണ്ടാണ് ശ്രുതിയുടെ അടുത്ത് ന്യായമൊക്കെ പറഞ്ഞ് ഇറങ്ങി പോകുന്നത്. അങ്ങനെ ഹോസ്പിറ്റലിൽ എത്തുന്നുണ്ട് കേട്ടോ നമ്മുടെ ശ്രുതി. അവിടെയാണെങ്കിൽ നമ്മുടെ രേവതി ഉണ്ട്, അതുപോലെ നമ്മുടെ സച്ചിയുണ്ട്, ആദ്യമുണ്ട്. അപ്പൊ എല്ലാം കൂടെ കലങ്ങി തെളിയോ എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. അപ്പൊ ഞാൻ കൂടുതൽ ഇനി പറഞ്ഞു ബോറാക്കുന്നില്ല. ഏകദേശം അടുത്ത ആഴ്ച ഇവിടെ വരെയൊക്കെയാണ് കാണിക്കാൻ ചാൻസ് കൂടുതൽ. നമ്മുടെ ശ്രുതി എങ്ങനെയെങ്കിലും ഒക്കെ തട്ടിമുട്ടി രക്ഷപ്പെടണമല്ലോ. അപ്പം കാത്തിരിക്കാമല്ലോ. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക. എല്ലാവർക്കും വീണ്ടും നല്ലൊരു ദിവസം ഒക്കെ ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ്. അപ്പൊ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ടാറ്റ ബൈ ബൈ. പിന്നെ ലൈക്ക് അടിച്ചിട്ട് പോകാൻ മറക്കരുതേ.